ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 103-ാം സങ്കീർത്തനം 17-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തന്മാരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. എന്തുമാത്രം നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു തിരുവചനമാണിത്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ എന്നേക്കും കർത്താവിന്റെ കാരുണ്യം ഉണ്ടായിരിക്കും. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങൾ ഈ സമയം ശക്തിപ്പെടാൻ പോവുകയാണ്. ഇത് അനേക ആയിരങ്ങളെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കുവാനായി പോകുന്നു. കരമടിച്ച് കർത്താവ് നൽകിയ ഈ ജീവിതത്തെ ഓർത്ത്, കർത്താവ് നൽകിയ ഈ ജന്മത്തെ ഓർത്ത് വളരെ ആനന്ദത്തോടെ ആത്മനിറവിൽ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാൻ. ചേർന്ന് പാടുന്നു. ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളൂ. ഈ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കി പാടി ആരാധിക്കുക. ദൈവത്തിനായി അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? പാടാം, നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാൻ. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു. സ്തുതിച്ചു നിൻ വിശ്വാസം കരങ്ങൾ ശക്തിയോടെ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ തുള്ളിച്ചാടി തുള്ളിച്ചാടി എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേ. യേശുവേ, അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ തലമുറകളെ വിശുദ്ധീകരിക്കണമേ. തലമുറകളിലുള്ള എല്ലാ പാപബന്ധനത്തിന്റെ കെട്ടുകളെയും കർത്താവെ പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, തലമുറകൾ അഭിഷേകം ചെയ്യുന്ന കർത്താവേ, തലമുറകളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, മഹത്വത്തോടെ പ്രവർത്തിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന 10,000 മക്കളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ. ഇത് അനേകം തലമുറകളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ വിളിക്ക്. അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു. അടയാളങ്ങളിലൂടെ കർത്താവ് വചനങ്ങളെ സ്ഥിരീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധന കെട്ടുകളെ ചിതറിക്കണമേ. സാത്താൻ കോട്ടകളെ തകർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെരുമഴ പോലെ, പെരുമഴ പോലെ കർത്താവിന്റെ കൃപ തലമുറകളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഞങ്ങളുടെ വംശപരമ്പരകളിലേക്ക് കർത്താവേ നിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. വർഷങ്ങളായി കിടപ്പ് രോഗികളെ കിടക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങി
രോഗങ്ങൾ ഒടിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, മാനസാന്തരങ്ങൾ വെളിപ്പെടട്ടെ, ആഴമായ അനുതാപം ഉണ്ടാകട്ടെ. ദൈവ സ്നേഹത്തിന്റെ അഗ്നി ആയിരങ്ങളിൽ കത്തി പടരട്ടെ. Lord, fire. കുടുംബങ്ങളിൽ, തലമുറകളിൽ സ്വർഗത്തിലെ തീ തീ കത്തട്ടെ കത്തട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനേകം കുടുംബങ്ങൾ, അനേകം തലമുറകൾ കർത്താവിനായി നിലകൊള്ളട്ടെ, കർത്താവിനായി നിലകൊള്ളട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളായി, പരിശുദ്ധാത്മാവ് വസിക്കുന്ന തലമുറകളായി രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളും തലമുറകളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി ദാഹാർത്തരായി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് തലമുറകളെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ കുറിച്ചാണ്. നമ്മുടെ ദൈവം തലമുറകൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് അനേകം വ്യക്തികൾ വളരെ ദുഃഖിതരും നിരാശിതരുമാണ്. അവരുടെ കുടുംബത്തെ ഓർത്ത്, ദൈവം ദാനമായി നൽകിയ തലമുറകളെ ഓർത്ത്. പല ദേശങ്ങളിലേക്കും കർത്താവിന്റെ വചനവുമായി കടന്നു ചെല്ലുമ്പോൾ അനേകർ വളരെ വേദനയോടുകൂടി ഓടി വന്ന് ചോദിക്കാറുണ്ട്, സഹോദര, ഞങ്ങളുടെ കുടുംബങ്ങള് അനുഗ്രഹം പ്രാപിക്കൂ, ഞങ്ങളുടെ തലമുറകളിലേക്ക് കർത്താവിന്റെ അനുഗ്രഹം ഒഴുകപ്പെടൂ. ഒരുപാട് പാപബന്ധനങ്ങള് ഞങ്ങളുടെ തലമുറകളിൽ സംഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വചനത്തോട് ഒരുപാട് ധിക്കാരം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകളോട് ഞങ്ങൾ മറുതലിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കർത്താവിന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ കഴിയുമോ? ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ ഈ ശുശ്രൂഷയിലും കർത്താവ് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, തിരുവചനങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വചന പ്രകാരം പ്രഖ്യാപിക്കുകയാണ്, അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എത്ര കൃത്യമാണ് ഈ വചനം! അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും കർത്താവ് കരുണ വർഷിക്കും. നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരായി, അനുഗ്രഹങ്ങളായി മാറുവാനാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നിരാശയിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും കണ്ണുനീരിലും വളരെയധികം ക്ലേശങ്ങളിലും ജീവിക്കുവാൻ, തുടർച്ചയായി ജീവിക്കുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ശുശ്രൂഷയിൽ അനേകം മാതാപിതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. എന്റെ പ്രിയ മാതാവേ, പിതാവേ, ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ചോദിക്കുക, നിങ്ങളുടെ മക്കൾ എപ്പോഴും കണ്ണുനീരിലും കഷ്ടപ്പാടിലും ദുഃഖ ദുരിതങ്ങളിലും പെട്ട് ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സ്നേഹമാത്രമായ കർത്താവ് ഒരിക്കലും തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കണ്ണുനീരിലും കഷ്ടപ്പാടിലും ദുഃഖ ദുരിതത്തിലുമായി ജീവിക്കുവാൻ അവിടുന്നും ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവമക്കളുടെ അവകാശമാണ് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുക എന്നുള്ളത്. ദൈവമക്കളുടെ അവകാശമാണ് നമ്മുടെ കുടുംബങ്ങളും തലമുറകളും കർത്താവിന്റെ കൃപയിൽ വളരുക എന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇന്ന് അനേകർ ചിന്തിക്കുക, ഇത് പിശാചിന് വലിയ വഞ്ചനയാണ്. ഞങ്ങളുടെ തലമുറകളിലേക്ക് കർത്താവിന്റെ കൃപ കടന്നു വരൂ. ഞങ്ങളുടെ കുടുംബങ്ങൾ സഹോദരൻ വിചാരിക്കുന്ന പോലെയല്ല, വളരെ മോശപ്പെട്ട ഒരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തില്.
കുടുംബ പ്രാർത്ഥന പോലും ശരിക്കും നടക്കുന്നില്ല. ഒരുപാട് തിന്മകൾ, മദ്യപാനമുണ്ട്, ഒരുപാട് പാപപ്രവൃത്തികൾ കുടുംബത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ അനുഗ്രഹം ഒഴുകപ്പെടുമോ? ഇതുപോലെ ചിന്തിക്കുന്ന അനേകം സഹോദരിമാരെ കാണുന്നു. കണ്ണുനീരോടുകൂടി ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളെ കർത്താവ് കാണുകയാ. ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങൾക്ക് ഉത്തരം തരികയാണ്. പലപ്പോഴും അനേകർ ഈ ചോദ്യവുമായി എന്റെ അടുത്ത് വരുമ്പോൾ ഞാനും ചില സമയങ്ങളിൽ വളരെ വിഷമിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് ധ്യാനിക്കാൻ. അത് യേശുക്രിസ്തു ഒരു വംശാവലിയാണ്. ഈ വംശാവലി പഠിച്ച് ധ്യാനിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നു. അവിടെ 5 സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ സ്ത്രീയാണ് താമാർ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടാമത്തെ സ്ത്രീയുടെ പേരാണ് റാഹബ്, മൂന്നാമത്തെ സ്ത്രീയുടെ പേരാണ് റൂത്ത്, നാലാമത്തെ സ്ത്രീയുടെ പേരാണ് ബത്ശബ, അഞ്ചാമത്തെ സ്ത്രീ പരിശുദ്ധ മറിയം. ആദ്യത്തെ 4 സ്ത്രീകളും അവർ കർത്താവിന്റെ വചനത്തോട് ധിക്കാരം കാണിച്ചവരാ. ഒന്നാമത്തെ സ്ത്രീയാണ് താമാർ. തന്റെ അമ്മായിപ്പനുമായി പാപം ചെയ്തവളായിരുന്നു. റാഹബ് ജെറീക്കോ പട്ടണത്തിൽ പരസ്യ വേശ്യ സ്ത്രീയായിരുന്നു. റൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു. ബത്ശബ ദാവീദ് രാജാവുമായി പാപം ചെയ്തവളായിരുന്നു. എന്നാൽ ഈ 4 സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ മറിയത്തെ കർത്താവ് തെരഞ്ഞെടുത്തു. ഈ 4 സ്ത്രീകളിലൂടെ എന്താ കർത്താവ് നമ്മൾ പഠിപ്പിക്കണേ? ഇതുപോലെയുള്ള ഇവരെയെല്ലാം യേശുവിന്റെ മുത്തശ്ശിമാരായി ദൈവപിതാവ് തെരഞ്ഞെടുക്കുകയാണ്. ഇപ്രകാരമുള്ളൊരു വംശപരമ്പരയിൽ നിന്നാണ് കർത്താവായി ക്രിസ്തുവിനെ ദൈവപിതാവ് കൊണ്ടുവരുന്നത്, ഒരുക്കി കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ യേശുവിന്റെ വംശാവലിയിൽ കാണാൻ പറ്റും. എന്തിനാ ഇതുപോലത്തെ ഒരു വംശാവലി നമ്മുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് ചിത്രീകരിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുവാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യമേകുവാൻ. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഈ പാപപ്രവൃത്തി ഉണ്ടായിട്ടുണ്ടല്ലോ, എന്റെ തലമുറകളിൽ ഇതുപോലുള്ള അശുദ്ധി വെളിപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ആരും കുറ്റബോധത്തിൽ കഴിയണ്ട. എത്ര കഠിന പാപമാണെങ്കിലും അത് ക്ഷമിക്കുവാൻ, അത് പൊറുക്കുവാൻ, അത് വിമോചിപ്പിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കഴിയും. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്ക് വീണ്ടും വിഷയത്തിലോട്ട് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം ബൈബിളിൽ ആദ്യ പുസ്തകമാണ്. ദൈവം അവിടെ ആദത്തിനെ സൃഷ്ടിക്കുന്നത് കാണാൻ പറ്റും. കർത്താവ് ആദത്തെ സൃഷ്ടിക്കുമ്പോൾ വെറും ഒരു ആദത്തെ മാത്രമല്ല ദൈവം നോക്കിക്കണ്ടത്. ആദത്തിലൂടെ മനുഷ്യവർഗം മുഴുവനെയും കർത്താവ് നോക്കിക്കാണുകയാ. ദൈവം ആദത്തിലൂടെ ഹെനോക്കിനെ നോക്കിക്കണ്ടു, നോഹയെ നോക്കിക്കണ്ടു. ആദത്തിലൂടെ കർത്താവ് അബ്രഹാമിനെ നോക്കിക്കണ്ടു, പ്രവാചകന്മാരെ കണ്ടു, പരിശുദ്ധ മറിയത്തെ കണ്ടു. എന്നെയും നിങ്ങളെയും കർത്താവ് നോക്കിക്കാണുകയാണ്. ഇതുപോലെ ഇന്ന് നമ്മിൽ ഓരോരുത്തരിലൂടെയും ഇത് തന്നെയാണ് കർത്താവ് നോക്കിക്കാണുന്നത്. എന്നിലൂടെയും നിങ്ങളിലൂടെയും അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ കർത്താവ് നോക്കിക്കാണുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബത്തെ കർത്താവ് സ്വപ്നം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലോട്ട് വരിക. അവിടെ 2-3 തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് അബ്രഹാമിനെ 7 വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. അതിൽ 7-ാമത്തെ മനോഹരമായ വാഗ്ദത്തം ഇതാണ്: അബ്രഹാമേ, നിന്നിലൂടെ ഭൂമുഖത്തുള്ള സകല വംശങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തുള്ള എല്ലാ കുടുംബങ്ങളെയും തലമുറകളെയും ഞാൻ അനുഗ്രഹിക്കും. എന്താ ഈ വചനത്തിന്റെ അർത്ഥം? അബ്രഹാമിലൂടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു ജനറേഷനെ നോക്കിക്കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകാൻ വിളിക്കപ്പെട്ടവരല്ല. ഒരു അനുഗ്രഹമായി നമ്മളായിരിക്കുന്ന കുടുംബത്തിന്, നമ്മളായിരിക്കുന്ന സമൂഹത്തിന്, നമ്മളായിരിക്കുന്ന തലമുറയ്ക്ക്, നമ്മളായിരിക്കുന്ന ഏത് മണ്ഡലങ്ങളിലും ഒരു അനുഗ്രഹമായി മാറുവാൻ വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിന് വേണ്ടി, അവന്റെ വചനത്തിനു വേണ്ടി നമ്മൾ വില കൊടുത്ത് നിന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ അനുഗ്രഹത്തിന്റെ പൊട്ടിത്തെറികൾ സംഭവിക്കും. ഈ വാഗ്ദാനം ചുമ്മാ പറഞ്ഞ് കർത്താവ് അങ്ങ് പോവല്ല ചെയ്തത്. എന്താ സംഭവിച്ചേ? അബ്രഹാമിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 18-ാം വചനത്തിൽ മോറിയ മലയിൽ വെച്ച് ദൈവമായ കർത്താവ് അബ്രഹാമിനോട് സംസാരിക്കുക. ദൈവം വിളിച്ചു, അബ്രഹാമേ, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള എല്ലാ വംശങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. വീണ്ടും വീണ്ടും
ഈ വാഗ്ദത്തം പറഞ്ഞ് കർത്താവ് അബ്രഹാമിനെ ബലപ്പെടുത്തുകയാ. കുടുംബത്തെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, തലമുറയോർത്ത് കണ്ണീരൊഴുക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങൾക്ക് ദൂത് തരികയാ. ഇത് ദൂതാ, നിങ്ങൾ സ്വീകരിച്ചോ. അനേക മക്കളിൽ കർത്താവിന്റെ പുത്തൻ അഭിഷേകം വെളിപ്പെടുകയാണ്. നിങ്ങൾ നിരാശിതരാകരുത്, ദുഃഖിതരാകരുത്. പിശാച് പറയും നുണയിൽ വിശ്വസിക്കരുത്. കർത്താവിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ബലപ്പെട്. അത്ഭുതങ്ങളുടെ പൊട്ടിത്തെറികൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ പ്രവർത്തിക്കുവാൻ മതിയായൊരു ദൈവത്തിന്റെ മുൻപില് എന്റെ സഹോദരി, സഹോദര, ഞാനും നീയും കടന്നു വന്നിരിക്കുന്നത്. മുഖം വാടണ്ട, ഹൃദയം തളരണ്ട. കർത്താവിന്റെ കരം ബലത്തോടെ പിടിച്ചോ. ദൈവം അബ്രഹാമിനെ ഉറപ്പിക്കുകയാ. അബ്രഹാമേ, നീ ഒരു ബ്ലെസ്സിങ്ങാ, നീ ഒരു അനുഗ്രഹമാ. നിന്നിലൂടെ, നിന്റെ സന്തതിയിലൂടെ ഞാൻ ഭൂമുഖത്തുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. എന്താ സംഭവിച്ചേ? നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെയല്ല, നാട്ടുകാരെ പോലെയല്ല. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് നിറവേറ്റുവാൻ കർത്താവ് മതിയായവനാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 24:1 തലമുറകൾ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ വ്യക്തമായി വചനം പറയുന്നു, അബ്രഹാമിന് പ്രായമേറെയായി. ദൈവമായ കർത്താവ് എല്ലാ കാര്യങ്ങളിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇത് അബ്രഹാമിനുള്ള ബന്ധത്തിൽ മാത്രമല്ല, എന്നോടും നിങ്ങളോടും ഇത് തന്നെ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പ്രിയപ്പെട്ടവരെ, സകല കാര്യങ്ങളിലും നമ്മൾ അനുഗ്രഹീതരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കാരണം നമ്മൾ അവന്റെ മക്കളാണ്. നമ്മൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. സകല കാര്യങ്ങളിലും അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഷെയ്ക്കാൻ കൊടുത്ത്, കരം കൊടുത്തു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് വിശ്വാസത്തോടെ പറഞ്ഞ ആ കെട്ട് അഴിഞ്ഞു പോട്ടെ, ആ ബന്ധം അഴിയട്ടെ, ആ മുഖം അടിയട്ടെ. പരസ്പരം ഒന്ന് കരം കൊടുത്ത് പറഞ്ഞു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോൾ അനുഗ്രഹത്തിന്റെ അഭിഷേകം ഒഴുകുക. സ്വീകരിച്ചോ. കുടുംബങ്ങളിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചെന്നറിയോ? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. കാരണം അബ്രഹാം കർത്താവിന് വേണ്ടി വില കൊടുത്തു നിന്നു. കർത്താവിന്റെ വചനത്തിന് വേണ്ടി അവൻ തന്നെ സമർപ്പിച്ചു. എന്തുണ്ടായി? അബ്രഹാമിനെ കർത്താവ് അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതാ അബ്രഹാമിൽ നിന്ന് അനുഗ്രഹം ഒഴുകുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 25:11 വരിക. കർത്താവ് പറയുകയാണ്, അബ്രഹാമിന്റെ മരണത്തിന് ശേഷം അവന്റെ പുത്രൻ ഇസഹാക്കിനെ കർത്താവ് അനുഗ്രഹിച്ചു. ഇപ്പൊ ആരനുഗ്രഹിക്കപ്പെട്ടു? ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. പിതാവായ അബ്രഹാമിന്റെ അനുഗ്രഹം ഇത് മകനായ ഇസഹാക്കിലേക്ക് കർത്താവ് പകരുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 32 29 വചനത്തിൽ യാബോക്ക് കടവിൽ വെച്ച് പുറപിതാവായ യാക്കോബ് കർത്താവുമായി മൽപ്പിടുത്തം നടത്തുക. ആ വചനത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. യാക്കോബ് ദൈവത്തോട് ചോദിക്കും, നിന്റെ പേരെന്താണ്? ദൈവം ചോദിക്കും, എന്തിനാ എന്റെ പൊന്നുമോനെ നിന്റെ പേര് അറിയുന്നത് എന്ന് പറഞ്ഞ് യാബോക്ക് കടവിൽ വെച്ച് കർത്താവ് യാക്കോബിനെ അനുഗ്രഹിച്ചു. ഇതാ അനുഗ്രഹം തലമുറകളിലേക്ക് ഒഴുകപ്പെടുകയാ. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 49 28 വചനത്തിൽ വരുമ്പോൾ കാണാൻ പറ്റും, പൂർവ്വ യാക്കോബ് തന്റെ എല്ലാ മക്കളെയും തന്റെ അരികിൽ വിളിച്ച് അവരോരോരുത്തരെയും അവരവർക്ക് ചേർന്ന വിധം അനുഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായും ജോസഫിനെ നമുക്ക് കാണാം. 4 ജനറേഷൻ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. ഈ തലമുറകളിലേക്കെല്ലാം കർത്താവ് തന്റെ അനുഗ്രഹം പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചും തലമുറകളെ കുറിച്ചുമുള്ള കർത്താവിന്റെ പദ്ധതി. ആരും നിരാശിതരാകണ്ട. പുതിയ നിയമത്തിലോട്ട് വാ. അപ്പോസ്തലനായ പൗലോസ് എന്താ പഠിപ്പിക്കുന്നത്? ഗലാത്യക്കാർക്കെതിരെ ലേഖനം 3 13 14 തിരുവചനങ്ങൾ. വളരെ മനോഹരമായ തിരുവചനമാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ എന്തിനാണ് ശപിക്കപ്പെട്ടവനായി മാറിയതെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക. അവൻ ശപിക്കപ്പെട്ടവനായി മാറിയത് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ്. തുടർന്ന് 14 വചനത്തിൽ വചനം പ്രഖ്യാപിക്കുകയാണ്, ഇത് സംഭവിച്ചത് അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി സകല മനുഷ്യരിലേക്കും വ്യാപിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും പരിപൂർണമായ അനുഗ്രഹത്തിനുള്ള അവകാശമുണ്ടെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ
ദൈവത്തിന്റെ ആത്മ പഠിപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലിയുടെ അനന്തമായ യോഗ്യതകളിൽ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിന് അനുഗ്രഹത്തിനുള്ള അവകാശമുണ്ട്. നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹത്തിനുള്ള അവകാശമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിനുള്ള അവകാശമുണ്ട്. നിരാശ മാറ്റി, ദുഃഖം മാറ്റി, ഹൃദയത്തിന്റെ നൊമ്പരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഈ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കേ. കർത്താവിന്റെ മുറിവേറ്റ കരങ്ങൾ അവൻ നമ്മുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹങ്ങൾ സകല മനുഷ്യർക്കും ലഭിക്കുവാൻ വേണ്ടിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ യേശു ക്രിസ്തു പാപമായി, മുറിവേറ്റവനായി, ശപിക്കപ്പെട്ടവനായി മാറിയത്. പ്രിയപ്പെട്ടവരെ, പരിപൂർണമായും ഈ വചനങ്ങളിൽ വിശ്വസിക്കുക. ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങളിൽ ഒഴുകപ്പെടുവാൻ പ്രാർത്ഥിക്കുക. ഒരു അനുഗ്രഹമായി ജീവിക്കുക. സഹോദര, നീ നിന്റെ കുടുംബത്തിന്റെ ഒരു അനുഗ്രഹമാണ്. നിന്റെ മക്കൾക്ക് ദൈവം ദാനമായി നൽകിയ ജീവിത പങ്കാളിക്ക്, നിന്റെ മാതാപിതാക്കൾക്ക്, നീ വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഒരു അനുഗ്രഹമായി മാറുക. വലതുകരമുയർത്തി എല്ലാവരും ഉറക്കെ പറഞ്ഞ്, ഞാനൊരു അനുഗ്രഹമാണ്. ഐ എം എ ബ്ലെസ്സിംഗ്. ഞാനൊരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. ഒരു നിമിഷം കരങ്ങൾ പരസ്പരം കോർത്തുപിടിച്ച് മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഏറ്റുപാടുന്നു. നീയൊരു അനുഗ്രഹമാണ്. യു ആർ എ ബ്ലെസ്സിംഗ്. നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേക നദി പോലെ ഒഴുകട്ടെ. കോർത്തുപിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഞാനൊരു അനുഗ്രഹമാണ്. ഞാനൊരു അനുഗ്രഹമാണ്. എന്റെ കുടുംബത്തിന്, എന്റെ സഭയ്ക്ക്, എന്റെ സമൂഹത്തിന് ഒരു അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി എല്ലാവർക്കും നേരുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളും തലമുറകളും കർത്താവിനാൽ അധികമായ അളവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ.